നമ്മുടെ നാട്ടിൽ എന്താ പറയോ ബോട്ട് യാത്ര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. വിയറ്റ്നാം അടിപൊളിയാണ്. നിങ്ങൾക്ക് എങ്ങനെ വിയറ്റ്നാമിലേക്ക് വരാം? സുന്ദരമായ സ്ഥലം വിയറ്റ്നാം. കാലുകൊണ്ടാണ് തുഴയുന്നത്. താങ്ക്സ് റോയൽ സ്റ്റേ. മഴ വീണ്ടും വില്ലനായിട്ട് വരെയാണ്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, വിയറ്റ്നാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എങ്ങനെയുണ്ട് കാഴ്ചകൾ? ഒരു രക്ഷയില്ലല്ലോ. ക്യാമറ ഇങ്ങനെ തിരിക്കുമ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളല്ലേ. അപ്പോൾ നമ്മളിതാ ഇവിടെ ഹനോയിൽ മറ്റൊരു കാഴ്ച കാണാനായിട്ട് എത്തിയിരിക്കുകയാണത് പാലോങ്. ഇവിടെ എത്തുമ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ഫോട്ടോസ് എടുക്കുക. ധാരാളം കച്ചവടക്കാരുണ്ട്. ഇതേ കണ്ടില്ലേ, വിയറ്റ്നാമി തൊപ്പിയൊക്കെ അണിഞ്ഞുകൊണ്ടുള്ള കച്ചവടക്കാരുണ്ട്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളൊക്കെ സുവനീർസൊക്കെ മേടിക്കാനുള്ളതുണ്ട്. വിയറ്റ്നാമി ക്യാപ്പ് അത് വെച്ചിട്ടുള്ള ഫോട്ടോ അത് വളരെ ഫേമസ് ആണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വിയറ്റ്നാമി ക്യാപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഒരു മസ്റ്റ് ട്രൈ എന്ന് വേണമെങ്കിൽ പറയാം. തന്നെ ആ ഒരു ക്യാപ്പ് കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ അവിടെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ, ഓഫീസിൽ തൂക്കിയിട്ട വിയറ്റ്നാമിൻ്റെ ഒരു തനത് എന്താ പറയുക, ഒരു വൈബൊക്കെ കിട്ടും ഇല്ലേ. അപ്പോൾ ഇനി നമുക്ക് ചുറ്റിക്കറങ്ങി എടുത്ത കാഴ്ചകൾ കാണാം. പ്രകൃതി ഭംഗിയാണ് പ്രധാനമായിട്ടുള്ളത്. ചുറ്റും ലൈം സ്റ്റോൺ, ചുണ്ണാമ്പ് പാറകളാൽ നിറഞ്ഞ മലനിരകൾ. ഇന്നിപ്പോൾ കരയിലാണിത് കാണുന്നുണ്ടെങ്കിൽ നാളെ നമ്മളിത് കടലിലാണ് നമ്മളിതൊക്കെ കാണാൻ പോകുന്നത്. അതിനോടൊപ്പമുള്ള ഗ്രൂപ്പിനോടൊപ്പമുള്ള ഫോട്ടോസ്, അതിനൊപ്പം തന്നെ റീൽസും ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലേഡീസ് ഓൺലി ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ലേഡീസ് ഓൺലി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളെന്ന് ചിന്തിക്കേണ്ട, നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന, വർഷങ്ങളായിട്ട് യാത്ര ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ എസ്കോർട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി വിയറ്റ്നാമിൻ്റെ അടിപൊളി കാഴ്ചകൾ, വിശേഷങ്ങളൊക്കെ കണ്ട് വീണ്ടും തുടരാം. കഴിഞ്ഞ എപ്പിസോഡിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി. നല്ല നല്ല കാഴ്ചകൾ, അനുഭവങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്കും എങ്ങനെ വിയറ്റ്നാമിലേക്ക് വരാം, എന്തൊക്കെയാണ് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട കാഴ്ചകൾ എന്നുള്ളതൊക്കെ വിശദമായിട്ടുള്ള വീഡിയോയിൽ ഉണ്ടായിരിക്കും. കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തമ്പനിയിൽ കണ്ടില്ലേ, ഗ്രൂപ്പിനോടൊപ്പം എടുത്തൊരു ഫോട്ടോ ആണ്. പിന്നെ ഒറ്റയ്ക്ക് നടന്നു വന്നപ്പോൾ എടുത്തത് അതിവിടെ ഉണ്ട്. ഇന്ത്യൻ രൂപയൊക്കെ എടുക്കട്ടോ, 100 രൂപ കൊടുത്താൽ മതി. ഇന്ത്യൻ്റെ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ലാമിനേറ്റ് ചെയ്ത് കിട്ടും. എല്ലാവരും ഇതുപോലെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഫോട്ടോസ് മേടിക്കുന്ന തിരക്കിലാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വെറുതെ കണ്ട ഈ ഇതുപോലത്തെ ഉള്ള വിഷറികൾ, ഭയങ്കര ചൂടുള്ളതിൻ്റെ പേരിൽ വിഷറികൾ വിൽക്കുക, ഫോട്ടോ എടുക്കുക, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഉള്ളവർ ജീവിക്കുന്നത്. അപ്പോൾ തന്നെ ഇന്നലെ ഒന്നും പരിചയപ്പെടുത്തിയില്ലല്ലോ, ഒരാളൊന്ന് പരിചയപ്പെടുത്തുന്ന വിചാരിച്ചിട്ട് ഗ്രൂപ്പിൽ ഓരോരുത്തരായിട്ട്. അപ്പോൾ ഇന്നലെ പറഞ്ഞു ഇന്നലെ വിയറ്റ്നാമി സ്റ്റൈലിൽ വന്നിട്ട് പരിചയപ്പെടുത്താന്ന് പറഞ്ഞു. ഒന്ന് പരിചയപ്പെടുത്തിയേ. എന്റെ പേര് ബിന്ദു റോണി, മൂവാറ്റുപുഴയെന്നാണ് വരുന്നത്. റോയൽ സ്കൈ ഹാരിസ്കയുടെ കൂടെ ഇത് പല വട്ടം ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ലേഡീസ് ഓൺലി ട്രിപ്പാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ബ്രദർ ഞങ്ങളെ എങ്ങനെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകണോ അതുപോലെ ഞങ്ങൾ പല ഗ്രൂപ്പിൻ്റെ കൂടെ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കെയറിങ് ഞങ്ങൾക്ക് ഇവിടുന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എത്ര ഇതായാലും ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെയാണ് ട്രിപ്പുകൾ പോകാറുള്ളൂ. ധൈര്യമായിട്ട് പോകാം. ഒത്തിരി താങ്ക്സ് റോയൽ സ്റ്റേക്കും ഹാരിസ്കയ്ക്കും. താങ്ക് യു. നല്ല സുന്ദരമായ സ്ഥലം വിയറ്റ്നാം. ഇതൊന്നും ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചതല്ല കേട്ടാ, ക്യാമറ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ലില്ലി ജെയ്സൺ, തിരുവാങ്കുളത്തുനിന്ന്. ഞങ്ങൾ 9 പേരുടെ ഗ്രൂപ്പാണ്. ഞങ്ങൾ വിയറ്റ്നാമിൽ ഹാരിസ്കയുടെ കൂടെ വന്നേക്കുവാണ്. വിയറ്റ്നാം അടിപൊളിയാണ്. ഞങ്ങൾ നല്ല കംഫർട്ടബിളാണ് ഇക്കയുടെ കൂടെ. ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാം അടിപൊളിയാണ്. വീണ്ടും കറങ്ങി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ടെമ്പിളുകളാണ് കാണാൻ വന്നിരിക്കുന്നത് കേട്ടോ. ടെമ്പിളുകൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ, അതായത് 6-ാം നൂറ്റാണ്ടിലൊക്കെ മറ്റും പണി കഴിപ്പിച്ച ടെമ്പിളുകൾ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ ടെമ്പിളുകൾ വെച്ച് കമ്പയർ ചെയ്ത് ഇപ്പോൾ എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ അതിൻ്റെ അകത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇതേ കണ്ടില്ല, ഇത് നിങ്ങൾ എന്നോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. രാജാവിൻ്റെ പ്രതിമ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കൗതുകരമായിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റിപ്പോൾ നമ്മൾ ഇന്തോനേഷ്യ, ബാലിയൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ എന്താ പറയുക, നമ്മളിപ്പോൾ എക്സാമ്പിൾ നമ്മൾ തുളസിത്തറ അല്ലെങ്കിൽ പിതൃക്കൾക്ക് അങ്ങനെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുമല്ലോ. അത്തരത്തിൽ ഇവിടെ കള്ള്, അതായത് ബിയർ, സിഗരറ്റ് ഒക്കെ വെച്ചേക്കണം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എന്ന് വെച്ചാൽ
ഇവരുടെ ആ ഒരു കൾച്ചർ മീൻസ് ഇവർക്ക് ആ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അത് എല്ലാ സ്ഥലങ്ങളിലും അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്നും നമ്മുടെ പരമ്പരാഗത സംഭവങ്ങളൊക്കെ തന്നെ പ്രോപ്പറായിട്ട് സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഇവിടെയൊക്കെ എത്തുമ്പോൾ വലിയ രീതിയിൽ അതൊക്കെ സംരക്ഷിക്കപ്പെടാം. ഇന്ന് തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച 100 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തിട്ട് കാണാൻ വന്നിരിക്കുന്ന ഒരു ടെമ്പിളാണത്. സാധാരണ നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന ഒരാൾ നെറ്റി വിളിക്കുമ്പോൾ ഇതാണോ ടെമ്പിൾ എന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിൽ ഇവർക്ക് അത് അത്രയും പ്രാധാന്യം കൊടുത്തേക്കണത്. തന്നെയല്ല ഇങ്ങോട്ടുള്ള വഴികൾ അത് വല്ലാത്തൊരു ഫീലാണ്. പ്രത്യേകിച്ച് നമ്മളെന്താ പറയുക, മലനിരകളും ചെറിയ അരുവികളൊക്കെ ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള വഴികളിലൂടെ യാത്ര. തികച്ചും ഗ്രാമത്തിൻ്റെ ആ തനത്, ഒരുപാട് കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ കെട്ടി നാശമാക്കിയിട്ടില്ല, വളരെ ലിമിറ്റഡ് കൺസ്ട്രക്ഷൻസ്. ആ ഗ്രാമഭംഗി ഒട്ടും തന്നെ ചോരാതെ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോടൊപ്പമുള്ള ഗ്രൂപ്പിനോടൊപ്പമുള്ള യാത്രയാണ്. ഓരോരുത്തർ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും കുറേ അധികം ഷോർട്സും റീൽസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചില കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പുതിയ അനുഭവങ്ങളായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഫുഡ് കഴിക്കണം. അതിനുശേഷം ഒരു ബോട്ടിൽ കയറിയിട്ട് ചെറിയൊരു സവാരി ഉണ്ട്. പക്ഷേ ഇപ്പോൾ വലിയ രീതിയിൽ ഇടിവെട്ടും മഴയ്ക്കുള്ള സാധ്യതയുണ്ട്, ഇടി കൊടുക്കുന്നത് കേൾക്കാനുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ആൻഡ് സി, മഴ പെയ്യോ ഇല്ലേ എന്നുള്ളത്. മഴ പെയ്താൽ ട്രിപ്പിനത് എങ്ങനെ ബാധിക്കും, പെയ്തില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നൊക്കെ ഉള്ളത് അടുത്ത കാഴ്ചകളിൽ നമുക്ക് കാണാം. അമ്പലം കണ്ടിറങ്ങുന്ന വഴിക്ക് ഇതാ ഒരു കുളത്തിൽ ധാരാളം മീനുകൾ കേട്ടോ. ഇവിടെ തീറ്റൊക്കെ വെച്ചിട്ടുണ്ട്, പൈസ കൊടുത്ത് നമുക്ക് മേടിക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കരുതി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നടക്കുമെന്നാണ് പറയണത്. അപ്പോൾ കുറേ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ട്. എന്താവും നമുക്ക് നോക്കട്ടെ. മീനുകൾ ആർത്തിയോടെ കഴിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. അപ്പോൾ വിചാരിച്ച എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ, എൻ്റെയും നിങ്ങളുടെയും. ആ കുളത്തിലാണ്ടാ മീൻ തീറ്റിട്ട് കൊടുത്തത്. ഓരോരോ ആചാരങ്ങളല്ലേ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ടെമ്പിൾ കാണാനായിട്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് എത്തിയിരിക്കുന്നത്. ആ നിർമ്മിതിയിലൊക്കെ അത് കാണാനുണ്ട്, ആ പഴക്കം കാണാനുണ്ട്. ഓക്കെ, നല്ല കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, നമ്മൾ വന്നപ്പോൾ ഉള്ള ക്ലൈമറ്റ് പാടെ മാറിട്ടോ, ഒരു രക്ഷയില്ല. കാറ്റിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? പറഞ്ഞ പോലെ തന്നെ അമ്പലം കണ്ടിറങ്ങിയപ്പോൾ നല്ല മഴ, കോരിച്ചൊരിയുന്ന മഴയും ഇടിവെട്ടൊക്കെ. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് നമ്മൾ അടുത്ത പ്ലാൻ ചെയ്തിരുന്നത് ഒരു ബോട്ടിൽ കയറിയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ ഇറങ്ങി കാണാൻ വേണ്ടി. ആ ബോട്ട് യാത്ര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. പക്ഷേ ഭയങ്കര ഇടിവെട്ടും മഴയും. ഇന്നലെയാണെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു ഫീൽ ചെയ്തത്. അപ്പോൾ ഭക്ഷണത്തിന് കയറിയൊക്കെയാണ് കേട്ടോ. അതായത് നമ്മൾ വന്ന വണ്ടി ഇവിടെ ബാക്കി കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഭക്ഷണം ഇന്ത്യൻ ഫുഡാണ്. ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കറൻസിയും പല സ്ഥലങ്ങളിൽ എടുക്കും. അതുപോലെ തന്നെ അതിൻ്റെ പേര് തന്നെ ഇന്ത്യൻ നോട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. പല സ്ഥലത്തും എടുക്കുന്ന ഫോട്ടോസ്, കൊച്ചു ബാഗുകൾ, ചെറിയ സാധനങ്ങൾക്കൊക്കെ ഇന്ത്യൻ രൂപ കൊടുത്ത് നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ. വിയറ്റ്നാമിൻ്റെ കാര്യം കേട്ടോ, തായ്ലൻഡിലല്ല പറയണത്. അപ്പോൾ ഇതിൻ്റെ ഭക്ഷണത്തിന് കയറിയൊക്കെയാണ്. ഇന്ത്യൻ മെനു ആണ് ഓർഡർ ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കാം അങ്ങനെ എടുക്കും. ഇന്നത്തെ നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. മഴയൊക്കെ ഒന്ന് തോർന്നതിന് ശേഷമാണ് ഇറങ്ങിയിരിക്കുന്നത്. ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇലക്ട്രിക് വണ്ടികളിൽ നമ്മളങ്ങോട്ട് ബോട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ചെറിയ ട്രാമിൽ വന്നതിന് ശേഷം മഴക്കോട്ടൊക്കെ ഇട്ടതിന് ശേഷം ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ വീണ്ടും ബോട്ടിങ്ങിന് പോകേണ്ട. അത്യാവശ്യം നല്ല ശക്തിയായിട്ടുള്ള മഴയായിരുന്നു. മഴയൊക്കെ തോർന്നതിന് ശേഷമുള്ള യാത്ര. അപ്പോൾ എങ്ങനെയുണ്ട് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മളുടെ യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ടുള്ളത്. മഴ വീണ്ടും വില്ലനായിട്ട് വരെയാണ്. പക്ഷെ മഴയത്തും എങ്ങനെയുണ്ട് കാഴ്ചകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ബോട്ടിൽ 2 പേര് വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. ഒരു ബോട്ടിൽ 2 പേര്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ബോട്ടിൽ എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ ബിന്ദു ചേച്ചിയാണ്. യെസ്, അങ്ങനെ ഓരോ ബോട്ടിൽ 2 പേര് വെച്ചിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ധാരാളം സഞ്ചാരികൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ കുറേ പുഴകളൊക്കെ ഉണ്ട്. എന്തിനൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെയുള്ള ഓരോ കടലായിക്കോട്ടെ, കായലായിക്കോട്ടെ, ചെറു തോടുകളായിക്കോട്ടെ, എല്ലാം അവർ ടൂറിസത്തിന് വേണ്ടി വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്.
ആദ്യ കാലത്തൊക്കെ ഇത് മുള കൊണ്ടുള്ള ചങ്ങാടങ്ങളായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇരുമ്പ് ബോട്ടുകളാണ് കേട്ടോ. അപ്പോൾ ആ ഇരുമ്പ് ബോട്ടുകൾ 100 കണക്കിനല്ല 1000 ബോട്ടുകളാണ്. അത്രയും തന്നെ യാത്രക്കാരും എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് കാഴ്ചകളൊന്ന് കറങ്ങി കണ്ടിട്ട് വരാം. കാഴ്ചകൾ കണ്ടു പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ബിന്ദു ചേച്ചിയുടെ ഒരു നിർദ്ദേശം. ഇവർ തുഴയണത് നോക്കിക്കാന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോഴാണ് ഇവർ കാലുകൊണ്ടാണ് തുഴയണത്. ഇതേ കണ്ടില്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ കൈ തന്നെയാണ് പ്രതീക്ഷിച്ചേട്ടാ, പക്ഷെ കാലുകൊണ്ടാണ് തുഴയുന്നത്. സത്യം പറഞ്ഞാൽ പല പ്രാവശ്യം വന്നെങ്ങളുണ്ട്, ഞാനത് നോട്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതേ കാലുകൊണ്ടാണ് തുഴയുന്നത്. യെസ്, കൈ ഫ്രീ ആണ്. കണ്ടോ എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല. വഞ്ചിയിൽ ഇങ്ങനെ തുഴഞ്ഞ് മുന്നിലേക്ക് വന്നപ്പോൾ കാണുന്നത് കുറേ ആളുകൾ ഇങ്ങനെ ബോട്ടുമായിട്ട് വെയിറ്റ് ചെയ്തതായിരുന്നു. എന്നിലൊക്കെ സാധനങ്ങൾ വിൽക്കുന്നവരിരിക്കുന്നതാണ് ആദ്യം കരുതിയത്. പിന്നെയാണ് മനസ്സിലായത് എല്ലാവരും ഫോട്ടോഗ്രാഫർമാരാണ്, ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം തന്നെ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ വിയറ്റ്നാമിൽ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ അവർ ഫോട്ടോ എടുത്ത് പ്രിന്റ് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് തരുന്നുള്ളതാണ്. 100 രൂപയാണ് അവർ ഇന്ത്യൻ രൂപ മേടിക്കുന്നത് കേട്ടോ. 100 രൂപ. നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് മേടിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം 50 രൂപയ്ക്ക് അവർ തരും. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിത് അവരെയും കൂടി ഒന്ന് സഹായിക്കുന്നതിന് തുല്യമാണ്. അവർ അതുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അതിനാൽ തന്നെ നമ്മളുടെ ഒരു 100 രൂപ 200 രൂപയൊന്നും നമ്മൾ ചിലവാക്കുന്നതിനൊരു മടിയും കാണിക്കേണ്ട. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ മേടിക്കാത്തത്. ഞങ്ങൾ ഓൾറെഡി ഇതിന് മുമ്പ് പോയ അമ്പലത്തിൻ്റെ അവിടെ നിന്നൊക്കെയുള്ള ഫോട്ടോസ്, പിന്നെ എടുത്ത ഫോട്ടോസൊക്കെ അതിൻ്റെ സോഫ്റ്റ് കോപ്പിയൊക്കെ നമ്മൾ കോപ്പി ചെയ്ത് മേടിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. രക്ഷയില്ല. വീണ്ടും വീണ്ടും പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് പോകാമെന്നൊക്കെ നമ്മൾ സാഹിത്യ ഭാഷയിൽ പറയൂലേ, ആ പറയലിൻ്റെ സാക്ഷാത്കാരമാണ് നമ്മൾ കാണുന്നത്. മടിത്തട്ടിലേക്ക് വീണ്ടും നമ്മൾ ചെല്ലുകയാണ് പ്രകൃതിയുടെ. നമ്മുടെ നാട്ടിലല്ല, വിയറ്റ്നാമിൽ. അപ്പോൾ വിയറ്റ്നാം തീർച്ചയായിട്ടും നിങ്ങളെ കുറച്ചൊന്നും നല്ല അത്ഭുതപ്പെടുത്തുക. പുതിയൊരു രാജ്യത്തേക്കുള്ളൊരു യാത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും വിയറ്റ്നാം തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. വിയറ്റ്നാമിൽ വ്യത്യസ്ത സിറ്റികളുണ്ട്. ഹോച്ചിമിൻ സിറ്റി, ഹനോയി, അങ്ങനെ പല പല. നമ്മുടെ നാട്ടിൽ ഡൽഹി, കൽക്കട്ട, ബോംബെ എന്നൊക്കെ പറയുന്ന പോലെ, കേരളം എന്നൊക്കെ പറയുന്ന പോലെ. വിയറ്റ്നാം യാത്രയിൽ അധികം ആൾക്കാർ ഹോച്ചിമിൻ സിറ്റി മാത്രം പോയി കണ്ടു വരുന്നവരുണ്ട്. അവിടുത്തെ നൈറ്റ് ലൈഫും അവിടുത്തെ വാർ മ്യൂസിയമൊക്കെ കണ്ട് വരുന്ന ആൾക്കാരുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ധാരാളം ഉണ്ട്, അതൊക്കെ കണ്ടുവരുന്നവരുണ്ട്. അതുമാത്രമല്ല വിയറ്റ്നാം ടൂർ. വിയറ്റ്നാമിൻ്റെ മറ്റ് സ്ഥലത്തേക്ക് വന്നാൽ, ഹനോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ സാധിക്കും. അതാണ്.